പച്ചലേസ് 17 രൂപ. പോവാൻ പറ. ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ? 125 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് വാങ്ങാലോ നിനക്ക്. പ്രൊഫഷണൽ വേ. ഇപ്പം സ്പ്രഷൻ, ലേസൺ, ഹിയോറൻ, സ്ട്രൈബൻ ഇതായിരിക്കും 4 മൊഡ്യൂൾസ്. അതിപ്പം ഗൊയ്ത്തി ആണെങ്കിലും ടെൽക്ക്, OSD, ECL 4 രീതിയിലുള്ള എക്സാം പാറ്റേണിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇപ്പോൾ സ്പ്രഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിന് മ്യൂഗ്രിഷ്കായിട്ട് എല്ലാം ഒരു ബുക്കിൽ നോട്ട് ചെയ്യുക. ഇത് നിങ്ങളുടേതായ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ സ്ട്രൈബൻ ആണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പം ഡ്യൂറേഷൻ അനുസരിച്ച് ടൈം ഡ്യൂറേഷൻ അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. കൂടുതൽ ടൈം ഇപ്പം ഒരു ടോപ്പിക്ക് നമ്മൾ കൂടുതൽ എക്സാം പാസ്സാവാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ എഴുതും, പക്ഷേ അവിടെ ചെന്ന് ഒരു എക്സാം അപ്പിയർ ചെയ്യുമ്പോൾ അവരൊരു ടൈം ഡ്യൂറേഷൻ തരും. അതിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാൻ വരും. പിന്നെ നമ്മൾ എഴുതുന്നതിനകത്ത് മെയിൻ പോയിന്റ് ഒക്കെ ലാസ്റ്റ് ആയിരിക്കും, അപ്പോൾ ആ പേജ് തീർന്നു പോകും. അതായത് ഇപ്പം ഇന്റർനെറ്റിലൊക്കെ ആണെങ്കിൽ ഷ്രൈബന്റെ ആൻസർ ഷീറ്റ് അവൈലബിൾ ആണ്, അതായത് അതിന്റെ മോഡൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ആ മോഡൽ കോപ്പി എടുത്തിട്ട് അതിൽ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമുക്ക് എഴുതാൻ പറ്റും. മേ ബി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ കുറെ ടൈം എടുത്തിട്ടായിരിക്കും അത്ര എഴുതുന്നത്. അത്രയും ടൈം നമുക്ക് എക്സാം ടൈമിൽ കിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മൾ കീ പോയിന്റ്സ് എന്നും പറഞ്ഞ് വെക്കുന്ന പോയിന്റുകൾ നമുക്ക് എക്സാം ടൈമിൽ എഴുതാൻ പറ്റാതെ വരും. അപ്പൊ അതിനൊക്കെ മുൻകൂട്ടി ഷ്രൈബൻ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ അങ്ങനെ കീ പോയിന്റ്സ് വെച്ചിട്ട് പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രം ആ ഒരു മോഡൽ ഷീറ്റിൽ എഴുതി നോക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പം ലേസൺ ഹിയോറിനാണെങ്കിൽ മൊഡാൽ ടെസ്റ്റ് ഇപ്പം കുറേ മൊഡാൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ 10-15 ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ പാറ്റേൺ മനസ്സിലാകും. പിന്നെ ഓരോ ന്യൂ വൊക്കാബ്സ്, അതിൻ്റെ സിനോണിമൽ വേർഡ്സ് അതൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളിപ്പോൾ വേറൊരു വേർഡ് വന്നാൽ പോലും നിങ്ങൾക്ക് എന്താണെന്നുള്ള രീതിയിൽ മനസ്സിലാകാനുള്ള. ലേസൺ ആണെങ്കിൽ തന്നെ വൊക്കാബ് ഒരുപാട്, അതായത് ഇപ്പം ഓരോ ലെവലിലുള്ള ഇപ്പൊ B1 ബൊക്കാബ്സ് അല്ല നമ്മൾ B2 പഠിക്കുന്നത്, അതിന്റെ പലതരം സിനോണിംസ് യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള വൊക്കാബുകൾ പഠിച്ചു കഴിഞ്ഞാൽ ലേസൺ ആണെങ്കിൽ തന്നെ നമുക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാർത്തിക്കിന് എങ്ങനെയായിരുന്നു സ്പ്രഹന്റെ എക്സ്പീരിയൻസ്? എനിക്ക് സ്പ്രഹൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എക്സാം ഡേറ്റ് എടുത്ത് 1 മന്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഡെയിലി ഈ പറഞ്ഞ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വിളിച്ച് എന്നും 2 to 3 തേമ അല്ലെ ഈ പറഞ്ഞ ഡിസ്കഷൻ എല്ലാം ഡെയിലി പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ നമുക്ക് വേണേൽ റെഫറൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്റർനെറ്റിൽ ഇഷ്ടം പോലെ റെഫർ ചെയ്യാം. അതേപോലെ ഈ പറഞ്ഞ പോലെ ഭവ്യ പറഞ്ഞ പോലെ പുതിയ വൊക്കാബ്സും പുതിയ വെർബ്സും സിനോണിംസും ഒക്കെ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ ഒരു മിസ്റ്റേക്ക് വരുന്നത് പറഞ്ഞാൽ എല്ലാവരും ദാഫ്യൂർ, അതായത് ഫോട്ടോയിൽ മാത്രം പഠിച്ചോട്ട് പോകും. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പം നമ്മുടെ ഇൻവിജിലേറ്റർ ആയിരിക്കും നമുക്ക് ഡാഫ്യൂറിന്റെ ദാഗേകനാണ് തരുന്നത്. അപ്പൊ പെട്ടെന്ന് ദാഗേകൻ തന്നു കഴിയുമ്പോൾ നമ്മളോട് സ്റ്റക്ക് ഓൺ ആവുന്നു. അപ്പൊ അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ഒരു രണ്ടും പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ഇപ്പം സ്പോട്ടിഫൈയിലാണെങ്കിൽ തന്നെ നമുക്ക് ജർമ്മൻ പോഡ്കാസ്റ്റുകളുണ്ട്. അപ്പോൾ അതിപ്പം A1 ലെവലിൽ കേൾക്കാൻ പറ്റുന്നത്, അതായത് A1 ലെവലിൽ വൊക്കാബുലറീസ് യൂസ് ചെയ്ത പോഡ്കാസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 15 minutes ഒക്കെ ആയിരിക്കും. അപ്പോൾ ഡെയിലി 1 എപ്പിസോഡൊക്കെ കാണുമ്പോൾ അതിനകത്ത് കുറേ ന്യൂ വൊക്കാബുലറി കിട്ടും. അത് നോട്ട് ഓൺ ചെയ്യുക. അപ്പം നമുക്ക് കുറച്ച് ഗ്രൂപ്പ് ഓഫ് മീനിങ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം ഷോർട്ട് സ്റ്റോറീസ് ആയി സിൻഡ്രല്ല സ്റ്റോറീസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ മലയാളത്തിൻ്റെ മായാവി സ്റ്റോറീസ് ഒക്കെ, ഇതൊക്കെ ജർമ്മൻ ട്രാൻസ്ലേറ്റ് കിട്ടും. അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഫണ്ണിയാണ്, കുറെ വേർഡ്സ് കിട്ടും. പിന്നെ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു പെട്ടെന്നൊരു കാര്യം പറയാം, വൊക്കാബ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഇതൊക്കെയാണ് നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറീസിലൊക്കെ വരുന്നത്. അപ്പൊ അതൊക്കെ കൂടുതൽ ഫെമിലിയർ ആവും നമുക്ക്. അതുകൊണ്ട് യൂട്യൂബ് സീരീസുകളുണ്ട് ബിഗിനേഴ്സിന് പറ്റി. ഇപ്പൊ നിക്കോസ് വെഗ് പോലുള്ള, അതായത് പുതിയൊരു നാട്ടിൽ ചെന്ന് വിടുന്ന ആളെ അടുത്ത ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നത്. അപ്പൊ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് അത് ഭയങ്കര ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ കാർട്ടൂൺസ്, നമ്മൾ നമ്മുടെ ചെറിയ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാർട്ടൂൺസ് ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കഥ എന്താണ്, അവർ പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ അവർ അവിടെ യൂസ് ചെയ്ത വൊക്കാബ് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള സീരീസുകളോ അല്ലെങ്കിൽ കാർട്ടൂൺസ് ഒക്കെ ജർമ്മൻ ബേസ് ആയിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൊക്കാബ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നമുക്ക് എക്സാമിന് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. അതേപോലെയാണ് നമുക്ക് ആപ്സ് ഉണ്ട് ഇഷ്ടംപോലെ. ഇപ്പൊ അതായത് ഡ്യൂലിംഗോ ഉണ്ട്, ലിയോ ഉണ്ട്. അതായത് ഡ്യൂലിംഗോ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം, ലാംഗ്വേജ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ 4 മൊഡ്യൂൾസിന്റെയും പ്രാക്ടീസ് ചെയ്യാം. അതിപ്പോൾ ഏത് ലെവലായാലും അതിന് വേണ്ടിയുള്ള ആ മെറ്റീരിയൽസ് അവർ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട്, അതെ, ലിയോ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഒരു വേർഡിന്റെ തന്നെ മീനിങ് ഇഷ്ടം പോലെ കിട്ടും. ക്യാപ്സ് പഠിക്കാൻ വേണ്ടിയാണെങ്കിൽ ലിയോ പോലുള്ള ആപ്പുകൾ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം ലിയോ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഓരോ ലെവൽസിന് അപ്ഗ്രേഡ് ആയിട്ട്, ഇപ്പം A1 ലെവൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് അല്ലായിരിക്കും A2 ലെവലില്. അപ്പം അതിന്റെ പല സിനോണിമൽ വേർഡ്സ് ഒക്കെ പഠിക്കാൻ പറ്റും. ഇപ്പം പ്രാക്ടീസ് കുറവ്. ഇപ്പം
എക്സാമിന്റെ ടൈമിന്റെ ഒരാഴ്ച മുമ്പ് പഠിക്കാം, അല്ലെങ്കിൽ ഇനി ദിവസം ഉണ്ടല്ലോ എന്നൊക്കെ നോക്കി നിൽക്കുന്നവരുണ്ട്. ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ തന്നെ ഞാനും ഷൈബനും സ്പ്രഷനും ഒരുമിച്ചെടുത്ത ടൈമുണ്ട്. അപ്പോൾ എനിക്ക് എവിടെ തുടങ്ങണം എന്നറിയാതെ ഞാൻ സ്റ്റക്ക് ഓൺ ചെയ്തു. ഇപ്പം സ്പ്രഷൻ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഷൈബൻ എഴുതാം, അങ്ങനെ പറയാണ്ട് ഇപ്പം നമുക്ക് ഒരു ടൈം ടേബിൾ വെച്ച് പഠിക്കാൻ നോക്കാം. ഇപ്പം ഇന്ന പോർഷൻസ് ഇപ്പം ഇത്ര 20 ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ഇന്ന പോർഷൻസ് ഇന്ന ഡേറ്റിൽ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ നമുക്കൊരു ടൈം കിട്ടും. നമ്മളിപ്പം ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്ന പോലെ നമ്മൾ ഇതായിപ്പോവും. ഇപ്പം ലേസണിങ് ഹോർണോ ആണെങ്കിൽ പോലും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇപ്പം ഇപ്പം ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതൊന്നും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾ തന്നെ ഓരോ മൊഡൽ ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സ്കോർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾ തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം പാസിംഗ് റേറ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് തന്നെ നമ്മളെ എക്സാം ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്പ്രഹനാണെങ്കിൽ കോമൺലി എല്ലാവരും വരുത്തുന്ന മിസ്റ്റേക്ക് ആണ്, പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഫുൾ നോട്ട് എഴുതി വെച്ച് പഠിക്കും, കാണാണ്ട് പഠിച്ചു. എന്നിട്ട് ആ ടൈം നമുക്ക് എക്സാം ടൈമിൽ ചിലപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് എല്ലാവരും കിട്ടുന്നത് പുതിയൊരു സബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പറയാൻ വേണ്ടി. ആ ടൈമിൽ നമുക്ക് കിട്ടുന്ന മ്യോഗ്ലിഷ്കേനെ പറ്റി അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന മ്യോഗ്ലിഷ്കേനെ പറ്റി തനിയെ സെന്റൻസുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പം നമ്മൾ എപ്പോഴും സ്പ്രഹനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കീവേഡ്സുകൾ മാത്രം വെച്ച് അല്ലെങ്കിൽ മ്യോഗ്ലിഷ്കേറ്റിന്റെ 1-2 പോയിന്റുകൾ വെച്ചിട്ട് തനിയെ പ്രിപ്പയർ ചെയ്ത് പറയാൻ നോക്കാം. അതുകൊണ്ട് തന്നെ സ്പ്രഹൻ കൂടുതൽ നമുക്ക് അറിയാവുന്ന രണ്ടുപേരും തമ്മിൽ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. ഒരു ലാംഗ്വേജ് എപ്പോഴും നമ്മൾ കാണാണ്ട് പഠിച്ചിട്ട് കാര്യമില്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാണ്ട് നമുക്ക് ആ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലേസൺ ഹ്യോർണോ ആണെങ്കിലും ലേസൺ മാക്സിമം നമുക്ക് വൊക്കാബ് കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ മാക്സിമം വായിക്കുക. ഹ്യോർണാണെങ്കിലും പോഡ്കാസ്റ്റുകൾ കേൾക്കുക, അല്ലെങ്കിൽ അതുകൂട്ടുള്ള കീവേഡ്സുകൾ ഹ്യോർണാത്ത കീവേഡ്സുകൾ റെക്കഗ്നൈസ് ചെയ്ത് വെച്ചിട്ട് അത് വെച്ച് മാർക്ക് ചെയ്യാൻ നോക്കുക. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് എക്സാംസ് കുറച്ചും കൂടി ഈസി ആക്കാൻ പറ്റും. പിന്നെ ചിലവര് സ്പെഷ്യലിൽ കണ്ടുവരുന്ന മിസ്റ്റേക്സ് റെഡൈമിറ്റിൽസ് കാണാപ്പാടം പഠിച്ചിട്ട് എന്നിട്ട് ഇവരവിടെ ചെന്ന് ഇപ്പം ഇൻവിജിലേറ്ററിന്റെ മുന്നിൽ എക്സാമിന് അപ്പിയർ ചെയ്യുമ്പോൾ റേഡിയോമിക്സൽസ് പെട്ടെന്ന് പറയും, വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കും. എന്നിട്ട് കാണാതെ പഠിച്ചിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ പറയേണ്ട ടൈം എത്തുമ്പോൾ നമ്മൾ സ്റ്റക്ക് ആവുക, ഇനി എന്ത് പറയണം, അപ്പൊ മിസ്റ്റേക്സ് തുടങ്ങും നമ്മുടെ. അപ്പൊ അവര് നോക്കുന്നത് ഈ റേഡിയോമിക്സൽസ് കാണാപ്പാടം പഠിച്ചിട്ട് വരുന്നു, വലിയൊരു ഫോൾട്ട് തന്നെ. അതെ, അത് ഇപ്പൊ അവർക്ക് തന്നെ മനസ്സിലാവും, ഇൻവിജിലേറ്ററിന് തന്നെ മനസ്സിലാവും ഇത് കുട്ടി പ്രിപ്പയർഡ് അല്ല, അല്ലെങ്കിൽ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് പറയാൻ പറ്റാനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്ന് അവര് മനസ്സിലാവും. മാത്രമല്ല ഇപ്പൊ സ്പ്രഹൻ ടൈമിൽ നമ്മൾ പഠിക്കുന്ന കൂടാണ്ട് അവർ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാറുണ്ട്. കാണാണ്ട് പഠിച്ചിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അതിന് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ റിപ്ലൈ ചെയ്യുന്ന രീതി കാണുമ്പോഴേ അവർക്ക് അറിയാം, ഓക്കെ ഇവർക്ക് അറിയാവുന്നതാണോ അതോ ഇവർ കാണാണ്ട് മാത്രം പഠിച്ചിട്ട് വന്നിരിക്കുന്നതാണോ എന്ന്. എക്സാംസ് ആണ്, അപ്പൊ എന്തായാലും എല്ലാവരും തന്നെ ജയിക്കണം എന്നൊന്നുമില്ല. എക്സാംസിന് മിക്കവരും തോറ്റവരുണ്ട് ഇഷ്ടം പോലെ. ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും നമുക്ക് അതിൻ്റെ ജയിക്കുന്നവരുണ്ട് തോക്കുന്നവരുണ്ട്. എന്നും വെച്ച് തോറ്റു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും നിർത്തിപ്പോവുകയല്ല ചെയ്യേണ്ട, വീണ്ടും ട്രൈ ചെയ്യാം. ശരി, നമുക്ക് ആദ്യം എന്താ പറയുക, നമ്മളൊന്ന് ഫെയിൽ ആകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആരും ജയിക്കുകയാണ്, നമ്മൾ ഫെയിൽ ആണ്, നമുക്കത് കാണുമ്പോൾ ശരിക്കും ആദ്യം വിഷമമൊക്കെ വരും. അപ്പൊ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, കാര്യമാണ്, അതിപ്പോൾ വലിയ കാര്യമുള്ള കാര്യമല്ല. പക്ഷെ വീണ്ടും നമ്മൾ എന്താ പറയുക, ക്വിറ്റ് ചെയ്യേണ്ടത്, ഒന്നുകൂടെ വീണ്ടും ട്രൈ ചെയ്ത് കിട്ടാത്ത സാധനം ഒന്നുമല്ല ജർമ്മൻ ലാംഗ്വേജ് എക്സാം പാസ് ആവുന്ന പറഞ്ഞാൽ. അതെ, നമ്മളിപ്പോൾ ഫെയിൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് എവിടെയാണ് ഒരു ഫോൾട്ട് പറ്റിയത്, നമുക്ക് എന്ത് മിസ്റ്റേക്ക് കൊണ്ടാണ് ആ തവണ നമ്മൾ പാസ് ആകുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ പ്രിപ്പറേഷൻ ആണോ അല്ലെങ്കിൽ ടൈം മാനേജ്മെന്റ് ആണോ, നമ്മൾ എനിക്ക് കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് അടുത്ത തവണത്തേക്ക് നമുക്ക് ഇനി വാങ്ങാം, അല്ലെങ്കിൽ അടുത്ത തവണ ഞാൻ ഇതും കൂടെ കവർ ചെയ്തിട്ട് ഇനി പാസ് ആവുന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇമോഷണൽ അല്ലെങ്കിൽ ഇംബാലൻസ് ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പം ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു ന്യൂ ലാംഗ്വേജ് ആണ്. നമ്മുടെ പ്ലേ സ്കൂൾ അല്ലെങ്കിൽ കിഡർഗാർട്ടൻ തൊട്ട് പഠിച്ച് വരുന്ന ഒരു ലാംഗ്വേജ് അല്ല. ഇപ്പം ഇംഗ്ലീഷോ ഹിന്ദിയോ മലയാളം പോലെ അല്ല, അത് നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു ലാംഗ്വേജ് ആകുമ്പോൾ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. നമ്മൾ അതിൻ്റെ ബേസിക്സ് തൊട്ട് അത് അപ്പർ മീഡിയേറ്റ് വരെ നമ്മൾ പഠിച്ചെടുക്കുന്ന ആ 1 year അല്ലെങ്കിൽ 8 month ഡ്യൂറേഷനിലാണ്. ആ ഡ്യൂറേഷൻ കൊണ്ട് അത് എത്രത്തോളം നമ്മൾ പഠിച്ചെടുത്തു എന്നുള്ളൊരിത് ഫസ്റ്റ് ടൈമിൽ നമ്മൾ പാസ്സാവണമെന്നില്ല. അപ്പം നെക്സ്റ്റ് ടൈമിന് നമ്മൾ തന്നെ നമ്മളെ ബൂസ്റ്റപ്പ് ചെയ്ത് നമുക്ക് പറ്റും എന്നുള്ള രീതി. ഇപ്പോൾ 1 മാർക്ക് 2 മാർക്കിനൊക്കെ പോകുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ കേസാണ്, ഞാൻ തന്നെ നന്നായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കുന്ന 1 വർഷം എടുത്ത് പഠിച്ചിട്ട് എനിക്കും നെക്സ്റ്റ് ടൈം എന്തുകൊണ്ട് എടുത്തുള്ള അത് നമ്മളൊരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ 1 വർഷം എടുത്തോളാണ് നമ്മൾ ഈ എക്സാമും കൂടെ എഴുതുന്നത്. അപ്പൊ എന്തായാലും ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് പാസ് ആവണമെന്നില്ല. അപ്പൊ നമ്മൾ മാക്സിമം വീണ്ടും ട്രൈ ചെയ്യുക.